നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ ബിസിനസ് മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഷാപ്പൂർജി പല്ലോൺജി ഗ്രൂപ്പിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ടുള്ള അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പനി 1959 രൂപം കൊണ്ട് ഒന്നാണ്. 65 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് അഫ്കോൺ. ഈ കമ്പനി ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 1250 കോടിയുടെ ഫ്രഷ് ഓഹരികളും ഏകദേശം 4180 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ്. അങ്ങനെ ടോട്ടൽ 5430 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇഷ്യൂ ഒക്ടോബർ 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. നമുക്കപ്പോൾ ഈ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ഷാപ്പൂർജി പല്ലോൺജി ഗ്രൂപ്പിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അഫ്കോൺസ് എന്നുള്ള ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കീഴിൽ 4200ഓളം പെർമനൻ്റ് എംപ്ലോയീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കമ്പനിയുടെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവർ 10ഓളം വലിയ മറൈൻ ബാർജസും 133 ക്രെയിനുകൾ, വലിയ ക്രെയിനുകളും 16 ടണൽ ബോറിംഗ് മെഷീൻസും 8ഓളം ലാർജ് കപ്പാസിറ്റിയുള്ള ജാക്കപ്സും 20 പൈലിംഗ് റിങ്സ്, ഇത്രയൊക്കെയുള്ള വലിയ മെഷീനറികളുടെ ഒരു സഞ്ചയം തന്നെ ഈ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും പല പ്രോജക്ട്സും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കമ്പനിയാണ് അഫ്കോൺസ്. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 15ഓളം രാജ്യങ്ങളിലായിട്ട് അവർ ഏകദേശം 76ഓളം പ്രൊജക്റ്റുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ തന്നെ 522.2 ബില്യൺ റുപ്പീസാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ വർഷത്തെ കാര്യമാണെങ്കിൽ അതിന് ശേഷം അവർ 67ഓളം ആക്റ്റീവ് പ്രോജക്ട്സാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് 13ഓളം രാജ്യങ്ങളിലാണ്. അതിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഏകദേശം 348.88 ബില്യൺ ഇന്ത്യൻ രൂപയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ പ്രസൻസ് പറയുകയാണെങ്കിൽ ആഗോളമാണ്, അതായത് ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അത് ഏഷ്യയിലും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും എല്ലാം തന്നെ കൂടുതൽ പ്രോമിനൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അഫ്കോൺസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് 5 വെർട്ടിക്കൽസായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്ന് മറൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ, പിന്നെ സർഫസ് ട്രാൻസ്പോർട്ട്, അതുകൂടാതെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈഡ്രോ ആൻഡ് അണ്ടർഗ്രൗണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇങ്ങനെ 5 പ്രധാന വെർട്ടിക്കൽസായിട്ട് കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിനെ തിരിക്കാവുന്നതാണ്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കാം. ഗോസ്വാമി ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഷാപ്പൂർജി പല്ലോൺജി ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, അതുകൂടാതെ ഫ്ലോറീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ ആണ് പ്രധാന പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കമ്പനിയുടെ ചെയർമാൻ ഷാപ്പൂർജി പല്ലോൺജി മിസ്ട്രിയാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. മറ്റ് കീ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ EPS 12.23, PE റേഷ്യോ 37.86, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 12.58%, NAV 104.92 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ നോക്കാം. 2023 12,844.09 കോടി രൂപയായിരുന്നു റവന്യൂ എങ്കിൽ 2024 അത് 13,646.88 എന്ന ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 410.86 കോടി രൂപയാണ് 2023 അത് 2024 449.76 എന്ന ലെവലിലേക്ക് വർദ്ധിച്ചു. അതായത് റവന്യൂവിൽ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്കും ഒരു 6%, അറ്റാദായത്തിൽ 9% വർധനവ് കമ്പനി കാണിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചില മറ്റ് ഇൻഫർമേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി ആദ്യം 7000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്നെല്ലാം ഇഷ്യൂവിന് മുമ്പ് തന്നെ ഒരു 2967 കോടി രൂപ, അതായത് ഏകദേശം 18% വരും. അത് അത്രയും ഫണ്ട് അവർ 463 രൂപ വില വെച്ച് റേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ അപ്പർ ബാൻഡാണ് ഈ 463 രൂപ. അത്രയും തുകയ്ക്കാണ് വലിയ ഫണ്ടുകൾ
അവരുടെ അടുത്ത് നിന്ന് ഓഹരികൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഇപ്പോഴത്തെ അറിയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സിൽ അറിയപ്പെടുന്ന മിസ്റ്റർ മധു കേല അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ ചില പേരുകൾ വായിക്കാം. GIC സിംഗപ്പൂർ ഒരു 756 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈനാം ഹോൾഡിങ്സ് ആകാശ് മൻസാലിയുടെ അത് അവർ 400 കോടി രൂപ. പിന്നെ IIFL വെൽത്ത് 200 കോടി രൂപ, സിനർജി ക്യാപിറ്റൽ 400 കോടി, കോൺ മ്യൂച്വൽ ഫണ്ട് 200, MG ഇൻവെസ്റ്റ്മെൻറ്റ്സ്, തിങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരൊക്കെ 175 crores ഈച്ച്. പിന്നെ ഡിസ്കവറി ക്യാപിറ്റൽ, SBI ജനറൽ ഇൻഷുറൻസ്, ആർഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്, മധു കേല, വൈറ്റ് ഓക്ക്, ആൽക്കമി, പിന്നെ നുവാമ ഇവരെല്ലാം തന്നെ ഇതിൽ 463 രൂപ വില വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 18.5% എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 5430 കോടി രൂപയായിട്ട് ഇഷ്യൂ മാറിയത്. അതിൽ ഇപ്പോൾ 1250 കോടി രൂപയാണല്ലോ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്നത്. അത് അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് പുതിയ മെഷീനറികളെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനും ഒക്കെ വേണ്ടി വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു പോർഷൻ അവരുടെ കടബാധ്യതകളും മറ്റ് പേയ്മെൻറ്റ്സ് എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണ്, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ L&T ഉണ്ട്, KEC ഇൻ്റർനാഷണൽ, കൽപ്പതരു പ്രൊജക്ട്സ്, ദിലീപ് ബിൽഡ്കോൺ എന്നീ കമ്പനികളാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് ലിസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സാണ്. അത് ICICI സെക്യൂരിറ്റീസ്, ഡാം ക്യാപിറ്റൽ, ജഫ്രീസ് ഇന്ത്യ, നുവോമ ഫിനാൻഷ്യൽസ് അഡ്വൈസറി, പിന്നെ രജിസ്ട്രാറായിട്ട് ലിങ്കിൻ ടൈം ഇന്ത്യയുമാണ് ഉള്ളത്. ഇനി നമുക്ക് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ IPO ശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡേറ്റ് ഒക്ടോബർ 25 മുതൽ 29 വരെയാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 440 രൂപ മുതൽ 463 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 1250 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 4180 കോടി രൂപയ്ക്കുള്ളതാണ്. ടോട്ടൽ സൈസ് അപ്പോൾ 5430 കോടി രൂപയ്ക്കുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 32 ഷെയറുകളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിനാണ് കമ്പനി കൊടുക്കുന്നത്. 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. ഒക്ടോബർ 30 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പിന്നെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. ലിസ്റ്റിംഗ് മിക്കവാറും നവംബർ 4 ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റു ഒരു കാര്യം പറയാനുള്ളത് ഇതിലെ എംപ്ലോയീസിന്, അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എംപ്ലോയീസിന് ഒരു ഷെയറിന് 44 രൂപ ഡിസ്കൗണ്ട് കമ്പനി അനുവദിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല, എംപ്ലോയീസിന് മാത്രമാണ്. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ടോട്ടലായി 17,026.18 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഇനിയും നമുക്ക് അറിയേണ്ടത് കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20-25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിൽ മുഴുവനായിട്ടുള്ളത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തേക്കുള്ള ഇതിൻ്റെ ഓർഡർ ബുക്ക് ഏകദേശം 40,000 കോടി രൂപയ്ക്കുള്ള ഓർഡറുകളാണ് കമ്പനിക്കുള്ളത്. മറ്റൊരു പ്രത്യേകത ഓൺ ടൈം അല്ലെങ്കിൽ ടൈം എത്തുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കിയ ചരിത്രമാണ് കമ്പനിക്ക് പല പ്രൊജക്റ്റിൻ്റെയും കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ 40,000 കോടി രൂപയ്ക്കുള്ള ഓർഡറുകൾ അവർക്ക് ധാരാളമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവരുടെ റവന്യൂവിൽ ഒരു 30% കൂടുതൽ റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് എന്നുള്ളതും വിദേശത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതും വളരെയധികം പ്രോത്സാഹജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ടോപ്പ് ലൈനും ബോട്ടം ലൈനിലും നല്ല വളർച്ചയാണ് എല്ലാ വർഷങ്ങളും തുടർച്ചയായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നവരോട് വളരെ എൻകറേജിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് അഫ്കോൺ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.